ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഭഗവതി മഠത്തിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ മഹേഷ് ഉഷസ്. ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത്. ഇന്ന് ഉത്രം നാളിൽ ജനിച്ചിരിക്കുന്നവരുടെ ഒരു വർഷ കാലയളവിലുള്ള 2025 വർഷത്തില് ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള ഒരു വർഷ കാലയളവിൽ വന്നുകൂടാൻ സാധ്യതയുള്ള ഒരു ഏകദേശ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലനിരൂപണമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഉത്തര നക്ഷത്രത്തിന്റെ ആദ്യത്തെ കാൽഭാഗം ചിങ്ങരാശിയിലും ശേഷിച്ച മുക്കാൽ ഭാഗം കന്നിരാശിയിലുമാണ്. ഉത്തരത്തിന്റെ ദിശാനാഥൻ ആദിത്യനാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ സാധാരണ സുഖജീവിതം നയിക്കുന്നവരായിരിക്കും. സൗന്ദര്യവും സ്വഭാവശുദ്ധിയുള്ളവരും ആണിവർ. ഈശ്വരഭക്തരായ ഇവർക്ക് സ്വാർത്ഥതയും ദുരാഗ്രഹവും ഉണ്ടായിരിക്കുകയില്ല. ഇവർ പൊതുപ്രവർത്തനങ്ങളിൽ ശോഭിക്കുന്നവരായിരിക്കും. ഇവരുടെ ദാമ്പത്യ ജീവിതം സംതൃപ്തികരമായിരിക്കും. ഉത്രം ആദ്യപാദത്തിൽ പുരുഷന്മാർ ജനിക്കുന്നതും ഉത്രം മുക്കാലിൽ സ്ത്രീകൾ ജനിക്കുന്നതും വളരെ ഉത്തമമാണ്. ചിങ്ങക്കൂറുകാർ ആത്മീയമായി ചായവുള്ളവരായിരിക്കും. ഇവർക്ക് ചിലപ്പോൾ ദാമ്പത്യ സുഖം നഷ്ടപ്പെടുവാനും സാധ്യതയുണ്ട്. ഉത്രം മുക്കാലിൽ ജനിച്ചവരിൽ സ്ത്രീ സഹജമായ പ്രത്യേകതകളും കാമാധിക്യവും കാണാം. പൊതുവെ സ്ത്രീ പുരുഷന്മാർക്ക് ശുഭനക്ഷത്രമാണ് ഉത്തര നക്ഷത്രം. മറ്റുള്ളവർ ഇവരെ ബഹുമാനിക്കുകയും ചെയ്യും. ഉത്തര നക്ഷത്രത്തിന്റെ പ്രതികൂല നക്ഷത്രങ്ങൾ ചിത്തിര, വിശാഖം, തൃക്കേട്ട, ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക എന്നിവയാണ്. ഈ നാളുകളിൽ സംരംഭങ്ങൾ തുടങ്ങാതിരിക്കുവാനും ഈ നാളുകാരുമായിട്ടുള്ള കൂട്ടുകച്ചവടങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാനും ഉത്തര നാളുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചൊവ്വാദശ, വ്യാഴദശ, ബുധദശ എന്നീ കാലങ്ങളിൽ ദൈവികമായ രീതിയിൽ ജീവിക്കേണ്ടതും പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതുമാണ്. മുടങ്ങാതെ ആദിത്യ ഹൃദയ ജപം ശീലമാക്കണം. ശിവക്ഷേത്ര ദർശനം, ശിവാരാധന എന്നിവ ഇവർക്ക് ഐശ്വര്യപ്രദമാണ്. വജ്രം, മരതകം എന്നിവ ഇവരുടെ ഭാഗ്യരത്നങ്ങളുമാണ്. സൂര്യദശയിലാണ് ജനനം. ശേഷം ചന്ദ്രദശ, ചൊവ്വാദശ, രാഹുർദശ, വ്യാഴദശ, ശനിദശ, ബുധദശ എന്നിങ്ങനെയാണ് ദശാകാലങ്ങൾ പിന്തുടരുന്നത്. ഉത്തര നക്ഷത്രം മനുഷ്യഗണത്തിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ്. ഭഗനാണ് ഇതിന്റെ ദേവത. പുരുഷ യോനിയിൽ ജനിച്ചിരിക്കുന്ന ഉത്തരക്കാരുടെ മൃഗം ഒട്ടകമാണ്. ഭൂതം അഗ്നിയും പക്ഷി കാക്കയും വൃക്ഷം ഇത്തിയുമാണ്. ഉത്തരനാളുകാരുടെ അക്ഷരം ഉ ആണ്. ഉത്തര നക്ഷത്ര ജാതക്കാർക്ക് 2025 വർഷം വളരെ പ്രതിസന്ധികളും സമ്മർദ്ദങ്ങളും അനുഭവപ്പെടാം. എങ്കിലും വളരെ ശ്രേയസ്സുകൾ ഉണ്ടാകാനുള്ളതെന്ന സമയം കൂടിയാണ് 2025 എന്ന വർഷം. ജനുവരി മാസം പൊതുവെ സമ്മിശ്ര അനുഭവങ്ങളുടെ കാലഘട്ടമായിരിക്കുമെങ്കിലും പുതുഗൃഹം വയ്ക്കുകയോ വാങ്ങുകയോ ചെയ്യാം. ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ തുടങ്ങിയ അലവൻസുകളുടെ ലഭ്യതയുണ്ടാകും. ഭരണാധികാരികൾക്ക് തനിക്ക് അനുകൂലമായ സമയമാണെങ്കിലും ചില ആരോപണങ്ങൾ, സമ്മർദ്ദം അനുഭവിക്കേണ്ടതായോ സ്വന്തം തട്ടകത്തിൽ നിന്നും പ്രതികൂല അവസ്ഥകൾ അഭിമുഖീകരിക്കേണ്ടതായോ വരും. ഫെബ്രുവരി മാസത്തോടെ ആദ്യ ഭാഗം കൊണ്ടോ ചില മനക്ലേശ അനുഭവങ്ങൾ സൃഷ്ടിക്കപ്പെടാമെങ്കിലും മേൽഗുണാനുഭവങ്ങൾ വരാം. എന്നാൽ ഉദരസംബന്ധമായ ചില രോഗങ്ങൾ അലട്ടുകയും ചെയ്യും. അർശസ് രോഗം, മറ്റിതര രോഗങ്ങൾ എന്നിവയുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ്. തൊഴിൽ രംഗത്ത് വളർച്ചയും സാമ്പത്തിക ഭദ്രതയും കാണുന്നുണ്ട്. മാർച്ച് മാസം വളരെ ശ്രേഷ്ഠമായിരിക്കും. വിദേശയാത്രകൾ തരപ്പെടും. ജോലിയിൽ ഉന്നതി, പ്രൊമോഷൻ അവസരങ്ങൾ തേടി വരുന്നതും എന്നാൽ കുടുംബജീവിതത്തിൽ ചില താളപ്പിഴകൾ അനുഭവപ്പെടുകയും ചെയ്യാം. അകാരണമായ സംശയങ്ങൾ നിമിത്തം ചില ദോഷാനുഭവങ്ങൾ വന്നു ചേരാം. പിതൃതുല്യരായവരുടെ വിയോഗത്താൽ ദുഃഖങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ഏപ്രിൽ മാസത്തിൽ ശാരീരിക വിഷമങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. വാഹനയാത്രകൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇലക്ട്രിക് വർക്കുകൾ, നിർമ്മാണ രംഗത്ത് ജോലി ചെയ്യുന്നവർ എന്നിവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ് ഏപ്രിൽ മാസം. എല്ലാ വിഭാഗം ആളുകളുടെയും ഈ സമയം ശ്രദ്ധയോടും ഈശ്വര പ്രാർത്ഥനയോടും കൂടി കഴിയേണ്ടതാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. മെയ് മാസത്തിൽ ആപൽ ഭയം ഒഴിയുന്നതും അനുകൂല തരംഗങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതുമായിരിക്കും. കച്ചവടക്കാർക്കും കൃഷിക്കാർക്കും വളരെ അഭിവൃദ്ധി, ഐശ്വര്യങ്ങളും ഉണ്ടാകും. കുടുംബജീവിതത്തിൽ കൂടുതൽ ആകർഷണതയോടുകൂടി പെരുമാറുവാൻ തന്നെ പങ്കാളിയുടെ ഇഷ്ടാനുസരണം പ്രവർത്തിക്കുവാനും ഇവർക്ക് പുതുവസ്ത്രങ്ങളോ മറ്റ് ആഭരണാദി അലങ്കാര വസ്തുക്കളോ വാങ്ങാൻ ശ്രദ്ധിക്കുന്നതും ഫലമാണ്. ജൂൺ മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠന വിഷയങ്ങളിൽ ഉന്നതിയും പുതിയ കോഴ്സുകൾക്ക് അവസരം ലഭിക്കുന്നതും തന്റെ ആശയങ്ങൾക്കും പ്രബന്ധങ്ങൾക്കും അംഗീകാരം ലഭിക്കുന്നതുമായിരിക്കും. വിദ്യാഭ്യാസ സഹായകമായ സർക്കാർ ഗ്രാന്റുകൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. താൽക്കാലികമായുള്ള നിയമനങ്ങൾ ലഭിക്കാം. അധ്യാപകർക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നതും വിവാഹാലോചനകൾ നടക്കാവുന്നതും പല ഉന്നത വ്യക്തികളുമായുള്ള ബന്ധങ്ങൾ ഉണ്ടാകുന്നതുമാണ് ജൂൺ മാസത്തിൽ. ജൂലൈ മാസത്തിൽ എഴുത്തുകാർക്കും അധ്യാപകർക്കും മറ്റിതര സാഹിത്യ ശ്രേണിയിൽ ജോലി ചെയ്യുന്നവർക്കും വളരെ ഗുണമുണ്ടാകുന്ന കാലഘട്ടമായിരിക്കും.
വിദ്യാർത്ഥികൾക്കും മറ്റ് എഴുത്ത് പരീക്ഷ അഭിമുഖീകരിക്കുന്നവർക്കും വിജയപ്രതീക്ഷകൾ കാണുന്നുണ്ട്. കൂടാതെ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നവർക്കും കർമ്മപുഷ്ടിയും കാണുന്നു. പ്രണയ സാഫല്യം, മംഗല്യഭാഗ്യം ഇവയും ഉണ്ടാകാം. ഓഗസ്റ്റ് മാസത്തിൽ താൽക്കാലികമായി ലഭിച്ചിരുന്ന ജോലി സ്ഥിര നിയമന ലബ്ധി കാണുന്നുണ്ട്. PSC നിയമനങ്ങൾ ലഭിക്കുവാനും തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കുന്നവർക്ക് വിജയ സാധ്യതയും കാണുന്നുണ്ട്. സർക്കാരിൽ നിന്ന് ലഭിക്കാവുന്ന ധനസഹായങ്ങൾ ലഭിക്കാനിടയുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് സ്ഥാനക്കയറ്റ സാധ്യതകളും കാണുന്നു. സെപ്റ്റംബർ മാസത്തിൽ ഏകദേശം ഗുണാനുഭവങ്ങളാൽ നീങ്ങുന്നതാണ്. മംഗല്യലബ്ധി, ഭാഗ്യലബ്ധി, സർക്കാർ നിയമന ലബ്ധി, പൈതൃക സ്വത്തുക്കൾ ലഭിക്കുന്നതിന്റെ അനുഭവം, തന്റെ കൃഷിഭൂമിയിൽ വളരെ ആദായകരമായ കൃഷി രീതിക്ക് അവലംബിക്കപ്പെടുന്നതും കഠിനാധ്വാനം ചെയ്ത് ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതും ആയിരിക്കും സെപ്റ്റംബർ മാസത്തിൽ. സാമ്പത്തിക ഉണർവും പ്രതീക്ഷിക്കാം. ഒക്ടോബർ മാസത്തിന്റെ ആദ്യ ഭാഗം കൊണ്ട് ചില സാമ്പത്തിക ക്ലേശങ്ങളും ചിലവുകളുടെ ആധിക്യവും വരാവുന്നതും എന്നാൽ അതിനുശേഷം ഇവ മാറി വരുന്നതുമായിരിക്കും. എന്നാൽ പഠിതാക്കൾക്ക് മികവ് തെളിയിക്കുവാനും ആഗ്രഹിച്ചിരുന്ന കോഴ്സിൽ അഡ്മിഷൻ ലഭിക്കുവാനും സാധ്യതയുണ്ട്. നിയമപരമായ വീഴ്ചകൾ സംഭവിച്ച് കേസുകളുടെ നടത്തിപ്പിന് കാലതാമസം നേരിടാം. നവംബർ മാസത്തിൽ ആരോഗ്യപരമായ ചില അസ്വസ്ഥതകളോ ഉന്മേഷക്കുറവോ ആദ്യ ഭാഗത്തുണ്ടാവും. വിദേശ യാത്രകൾക്ക് നിയമ തടസ്സങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ കാലതാമസം ഉണ്ടാകും. എന്നാൽ വിവാഹലബ്ധിയും വനിതാ സുഹൃത്തുക്കളിൽ നിന്നുള്ള സഹായങ്ങൾ നേടുവാൻ സാധിക്കുകയും ചെയ്യും. സ്വർണം പോലുള്ള പണയ വസ്തുക്കൾ പലിശ വർദ്ധിച്ച് നടപടികൾക്ക് വിധേയമാകാൻ സാധ്യതയുണ്ട്. ഡിസംബർ മാസത്തിൽ വസ്തു വാങ്ങാനുള്ള ആഗ്രഹങ്ങൾ ഗൃഹം നിർമ്മിക്കുകയോ വീടോട് കൂടിയ വസ്തു വാങ്ങുകയോ ചെയ്യാം. ബിസിനസ് പങ്കാളികളുമായി രമ്യതക്കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാഹനങ്ങൾക്ക് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതായി വരാം. പശു വളർത്തുന്നവർക്ക് പകർച്ചവ്യാധികളുടെ ഭീഷണി ഏൽക്കേണ്ടതായി വരും. ബന്ധുക്കളിൽ നിന്നോ കൂട്ടുകാരിൽ നിന്നോ തിക്താനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നുണ്ട്. ഹൃദ്രോഗ ലക്ഷണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ ഡിസംബർ മാസത്തിൽ ഉണ്ടാകും. ഇങ്ങനെ ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള ഒരു വർഷ കാലയളവിൽ ഉത്രം നക്ഷത്ര ജാതക്കാർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്തത്. ഇവിടെ ദോഷാനുഭവങ്ങൾ പറഞ്ഞിരിക്കുന്ന കാലഘട്ടങ്ങളിൽ അതിനുള്ള പരിഹാരമായിട്ട് ക്ഷേത്ര ദർശനവും വഴിപാടുകളൊക്കെ നടത്തിയിട്ട് ആ ദോഷങ്ങൾക്ക് പരിഹാരം തേടേണ്ടതാണ് എന്ന് നിർദ്ദേശിച്ചു കൂടിക്കൊണ്ട് ഇന്നത്തെ ഉത്തര നക്ഷത്ര ജാതകരുടെ വർഷഫലം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.